വേണോ കപ്പലണ്ടി, നല്ല ചൂടുള്ള മസാല കപ്പലണ്ടി. ഈ വിളി കേൾക്കാത്തവരും ഈ വിളി കേട്ടിട്ട് ഇത് നിർത്തി കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അടിപൊളി ഒരു മസാല കപ്പലണ്ടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ഒക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മസാല കപ്പലണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകാം. ഇത് പച്ച കപ്പലണ്ടിയാണ്. ചില നാടുകളിൽ ഇതിന് കടലയെന്നും പറയും. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ തന്നെ പാക്കറ്റിൽ ഇരിക്കുന്നത്. ഓർഗാനിക് എന്നൊക്കെ എഴുതിയേക്കുന്നു. അപ്പം നമുക്കിതിൽ നിന്ന് ഒരു ആവശ്യത്തിനുള്ള കപ്പലണ്ടി എടുക്കാം. ഒരു ബൗളിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കപ്പലണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് കപ്പലണ്ടിയാണ്. ഞാൻ ഇനി ഒരു 1/2 കപ്പ് കപ്പലണ്ടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. അതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് കപ്പലണ്ടി എടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഒരു 4 പീസ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി തൊലിയോടുകൂടിയാണ് കഴുകിയത്. കാരണം അതും കൂടെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഒരു 4 എണ്ണം ചതച്ചെടുക്കണം. അതിനുശേഷം ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരുന്ന 1/2 കപ്പ് കപ്പലണ്ടി ഇട്ടതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ പൊടി ചിലപ്പം എരിവ് കൂടിപ്പോകും, അതുകൊണ്ടാണ് കാശ്മീരി യൂസ് ചെയ്തത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മസാല കപ്പലണ്ടിക്ക് ഒരു നല്ല കളറൊക്കെ കിട്ടാനാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതിന് ശേഷം 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇതൊരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗളിലേക്ക് ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ടത്. 1 ടേബിൾ സ്പൂണും കൂടി ഇടാം. അപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ കടലമാവ് നമ്മളിപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇടേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കോൺഫ്ലവർ ആണ്. അത് ഓപ്ഷണലാണ്. എന്നാലും കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. നല്ലതുപോലെ ക്രിസ്പായിട്ട് കിട്ടും നമ്മുടെ മസാല കപ്പലണ്ടി. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ്. ഒരുപാട് കായപ്പൊടി ഇടാൻ പാടില്ല, ഒരുമാതിരി വല്ലാത്ത ടേസ്റ്റ് വരും. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ മതി. കാരണം നേരത്തെയൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തതാണ് കപ്പലണ്ടിയിൽ. ഇനി ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ നിന്ന് 1 സ്പൂൺ പൊടി നമുക്ക് കപ്പലണ്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മതിയാവും ആദ്യം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. 1 സ്പൂൺ ഉപയോഗിച്ച് ഒരുപാട് പൊട്ടിപ്പോകാതെ നമുക്ക് വളരെ സാവധാനം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടും നമുക്ക് മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. മിക്സിങ്ങിന് ശേഷം കപ്പലണ്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരുപാട് കോട്ടിംഗ് ഒന്നും കാണില്ല. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഇങ്ങനെ തളിച്ചൊന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ബാക്കി പൊടികളും കൂടെ ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ അളവ് കപ്പലണ്ടിക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാവും. വളരെ ചെറുതായിട്ട് തളിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതങ്ങ് കട്ട കെട്ടും. കട്ട കെട്ടിയാൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ചണക്കി ഇരിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. ഒരുപാട് സമയം മാറ്റി വെക്കണ്ട. ഇവിടെ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ മസാല കപ്പലണ്ടിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. നല്ല ഒരു മണമാണ് മസാല കപ്പലണ്ടിക്ക് വറുത്ത കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കറിവേപ്പിലയിൽ പിശുക്ക് കാണിക്കേണ്ട, ആവശ്യത്തിന് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം വലിയൊരു പാനൊന്നുമല്ല, ചെറുതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വേണം കപ്പലണ്ടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇത് പച്ച കപ്പലണ്ടിയാണ്. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് ഫ്രൈ ആയി വരാൻ. ഇപ്പം ഒരു അല്പം കൂടി ആവണം. കാരണം നമ്മളിതൊന്നും എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഇത് തണുക്കുമ്പോൾ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും. ഇങ്ങനെ ഒരു 1-2 പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു അല്പം ഒരു പതിഞ്ഞ പോലെ ഇരിക്കുന്നെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. കാരണം അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് ക്രിസ്പി ആയിക്കോളും.
ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി സെക്കൻഡ് ബാച്ചും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കപ്പലണ്ടിയിൽ ചിലപ്പം ഭയങ്കരമായിട്ട് ചുമന്ന നിറം കാണാം. അവരപ്പോൾ അതിൻ്റെ അകത്ത് റെഡ് കളർ ചേർക്കുന്നതാണ്. തികച്ചും നാച്ചുറലായ രീതിയിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സെക്കൻഡ് ബാച്ച് ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരല്പം കളറിന് വേണ്ടി ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരല്പം ഉപ്പ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ടോസ് ചെയ്തെടുക്കാം. ഒന്ന് കുടഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോൾ മൊത്തത്തിൽ ഇത് നല്ലതുപോലെ മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.